ഇനി ഈ മാറ്റങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ചേഞ്ച്, രണ്ട് ട്രാൻസ്ഫോർമേഷൻ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയത്ത് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു മാറ്റത്തിനെയാണ് നാം ചേഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ പോസിറ്റീവിലേക്കാകാം, നെഗറ്റീവിലേക്കാകാം. ഉദാഹരണമായി, ഒരു നല്ല മനുഷ്യൻ താൽക്കാലികമായി കളവ് നടത്തുന്നു. ഇവിടെ മാറ്റമുണ്ടായത് നെഗറ്റീവിലേക്കാണ്, താൽക്കാലികമാണ്. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കാം. ഒരു കള്ളൻ ഒരാഴ്ചത്തേക്ക് നല്ല ആളായി മാറുന്നു. ഇവിടെ മാറ്റമുണ്ടായത് പോസിറ്റീവിലേക്കാണ്, പക്ഷേ താൽക്കാലികമാണ്. ഇനി ഒരു നല്ല മനുഷ്യൻ എന്നേക്കും കള്ളനായി മാറുന്നു. ഇവിടെ മാറ്റമുണ്ടാകുന്നത് നെഗറ്റീവിലേക്കാണ്, ദീർഘകാലത്തേക്കാണ്. ഇവിടെ നാം പറഞ്ഞ 3 ഉദാഹരണങ്ങളും ചേഞ്ച് എന്ന കാറ്റഗറിയിലേക്കാണ് ഉൾപ്പെടുത്തുക. അഥവാ ചേഞ്ച് ആകുന്ന സമയത്തേക്ക് നെഗറ്റീവിലോട്ടോ അല്ലെങ്കിൽ പോസിറ്റീവിലോട്ടോ ആയിരിക്കും. പക്ഷേ ഇത് താൽക്കാലികമായി ഉള്ള മാറ്റമായിരിക്കും. ഈ ഒരു ചേഞ്ച് ഇതായിരിക്കും നമുക്ക് പലപ്പോഴും മോട്ടിവേഷണൽ ക്ലാസ്സുകളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാറുള്ളത്. എന്നാൽ ഈ വർക്ക്ഷോപ്പുമായി നമുക്ക് ലക്ഷ്യം വെക്കാനുള്ളത്, നാം ലക്ഷ്യമാക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. അഥവാ എന്നേക്കുമായി ആത്യന്തികമായ ഒരു മാറ്റം. അതോടൊപ്പം അത് പോസിറ്റീവിലോട്ടോ ആയിരിക്കണം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കാനുള്ളൊരു അന്വേഷണമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറയാനുള്ളത്, നാം ആക്കി മാറ്റുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ നന്നായാൽ നമ്മൾ നന്നാകും. നമ്മുടെ ചിന്തകൾ മോശമായാൽ നമ്മൾ മോശമാകും. നമ്മൾ നന്നായാലും നമ്മൾ മോശമായാലും പ്രസൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പാസ്റ്റ് തോട്ട്സ്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞകാല ചിന്തകളുടെ ഫലങ്ങളാണ്. ഇനി നമ്മുടെ ചിന്തകളെ നമുക്ക് 3 തരംതിരിക്കാം. 1 പോസിറ്റീവ്, 2 നെഗറ്റീവ്, 3 ന്യൂട്രൽ. അഥവാ നല്ല ചിന്തകൾ, മോശമായ ചിന്തകൾ, ന്യൂട്രൽ, നല്ലതോ മോശമോ എന്ന് പറയാൻ പറ്റാത്ത ചിന്തകൾ. ഇവ 3ഉം ഓരോ വ്യക്തികളുടെ കൺസെപ്റ്റുകളെയും അവരുടെ വിശ്വാസങ്ങളെയും അവർ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടുവരുന്ന മൊറാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഉണ്ടാവുക. അതായത് എനിക്ക് പോസിറ്റീവായി തോന്നിയത് മറ്റുള്ളവർക്ക് നെഗറ്റീവായി തോന്നിയേക്കാം. മറ്റുള്ളവർക്ക് പോസിറ്റീവായി തോന്നിയത് എനിക്ക് നെഗറ്റീവായി തോന്നിയേക്കാം. ഒരാൾക്ക് ന്യൂട്രലായി തോന്നിയത് മറ്റുള്ളവർക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയി തോന്നാം. ഓരോരുത്തരുടെ വിശ്വാസത്തെയും അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എങ്കിലും എനിക്ക് പോസിറ്റീവായും നെഗറ്റീവായും ന്യൂട്രലായും തോന്നിയ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമാവാൻ വേണ്ടി കുറച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ചിന്ത, പ്രോത്സാഹനം നൽകണമെന്നുള്ള ചിന്ത, ഞാനൊരു ബ്രില്യൻ്റായി മാറണമെന്നുള്ള ചിന്ത, ഞാനൊരു എക്സലൻ്റായി മാറണമെന്നുള്ള ചിന്ത, ഞാനൊരു മാതൃകയാവണം, ഞാനൊരു നല്ല രക്ഷിതാവാകണം, ഞാൻ നല്ലൊരു വിദ്യാർത്ഥിയാവണം, ഞാൻ നല്ലൊരു അധ്യാപകനാവണം, ഞാനൊരു നല്ലൊരു മകനാകണം, ഞാനൊരു നല്ലൊരു മകളാവണം, ഞാൻ ഉമ്മയെ സഹായിക്കുന്നവരാകണം. ഇവയെല്ലാം പോസിറ്റീവ് ചിന്തകൾക്കൊരു ഉദാഹരണമാണ്. മറ്റുള്ളവരെ വഞ്ചിക്കണം, പാരവെക്കണം, മോഷണം നടത്തണം, ബന്ധങ്ങൾ മുറിക്കണം, കളവ് നടത്തണം, നിരുത്സാഹപ്പെടുത്തണം, ആക്രമിക്കണം, കുറ്റപ്പെടുത്തണം, ഇതുപോലത്തെ ചിന്തകളാണ് നമ്മുടെ മനസ്സുകളിൽ വരുന്നത് എങ്കിൽ ഇതെല്ലാം നെഗറ്റീവ് ചിന്തകളുടെ ഉദാഹരണങ്ങളാണ്. ഇനി ന്യൂട്രൽ തോട്ട്സ് നമുക്കൊന്ന് പരിശോധിക്കാം. നല്ലതെന്നോ ചീത്തയെന്നോ പോസിറ്റീവെന്നോ നെഗറ്റീവെന്നോ പറയാൻ പറ്റാത്ത ചിന്ത. ഇതാണ് ന്യൂട്രൽ തോട്ട്സ്. ഇത് വളരെ കുറവായിരിക്കും, വളരെ അപൂർവമായിരിക്കും. ഉദാഹരണത്തിനായി, വെറുതെ ഇരിക്കണമെന്ന് തോന്നുക, വെറുതെ കിടക്കണമെന്ന് തോന്നുക, വെറുതെ ഒന്ന് അങ്ങാടിയിൽ പോയി വരണമെന്ന് തോന്നുക, വെറുതെ ഒന്ന് ഉറങ്ങണം, വെറുതെ ഒന്ന് മുറ്റത്തിറങ്ങണം, വെറുതെ ഒന്ന് പുറത്തു പോകണം, വെറുതെ ഒന്ന് മുറ്റത്തിൽ നിന്ന് അകത്ത് കയറണം. ഇതെല്ലാം നമുക്ക് ന്യൂട്രൽ തോട്ട്സിൽ ഉൾപ്പെടുത്താം. തോട്ട്സിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത് വളരെ അപൂർവമായിരിക്കും. ചുരുക്കത്തിൽ, എന്താണ് നമ്മുടെ ചിന്ത? എന്താണ് ചിന്തകളുടെ അടിസ്ഥാനം? TPC അഥവാ തോട്ട് പ്രോസസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ട് പ്രോസസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേഞ്ച്, എന്താണ് ട്രാൻസ്ഫോർമേഷൻ, എന്താണ് നെഗറ്റീവ് തോട്ട്സ്, എന്താണ് പോസിറ്റീവ് തോട്ട്സ്, എന്താണ് ന്യൂട്രൽ തോട്ട്സ് എന്നിവ ഈ ഒരു ക്ലാസ്സിലൂടെ നാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു.